പ്രിയ മിത്രങ്ങൾക്ക് ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. എനിക്ക് 19 വയസ്സുണ്ട്. ഞാൻ ITക്ക് പഠിക്കുന്നു. വീട്ടിലാണെങ്കിൽ അച്ഛൻ, അമ്മ, ഞാൻ. അച്ഛൻ ഒരു കടയാണ്. അമ്മ ശാലിനി വീട്ടുജോലിയാണ്. ഇളയതൊരു പെങ്ങളാണ്. അവൾ 9ൽ പഠിക്കുന്നു. എനിക്കാണെങ്കിൽ എല്ലാത്തിനും അമ്മ വേണം. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. എന്നോട് വലിയ സ്നേഹമാണ്. അമ്മ എവിടെ പോയാലും എന്നെയും കൊണ്ടേ പോകും. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോടേ അമ്മ പറയും. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അതിസുന്ദരിയാണ്. ആവശ്യത്തിനെല്ലാം ഉണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ സംസാരം കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അതുകൊണ്ട് അമ്മയോട് സംസാരിച്ചിരിക്കാൻ തന്നെ എനിക്ക് വലിയ താല്പര്യമാണ്. ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകയും വഴക്കുകൂടുകയും മറ്റും ചെയ്യും. അമ്മയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് എന്നോട് ഇത്രയും സ്നേഹം. കിടക്കുന്നതും ഞങ്ങൾ ഒരുമിച്ചാണ്. അനിയത്തി ഉറക്കത്തിൽ അമ്മയെ ചവിട്ടും എന്നൊക്കെ പറഞ്ഞ് അവളെ താഴെയാണ് കിടത്തുന്നത്. അച്ഛനാണെങ്കിൽ എല്ലാ ദിവസവും സ്വല്പം മിനുങ്ങിയാണ് വീട്ടിൽ വരുന്നത്. അതാണ് അമ്മയുടെ വിഷമത്തിന് ഏക കാരണം. കഴിച്ചിട്ട് വരുന്നത് കൊണ്ട് അച്ഛൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. രാവിലെ വലിയ സ്നേഹമാ. വലിയ വഴക്കും ശല്യവും ഒന്നുമില്ല. എന്തായാലും അച്ഛന്റെ കഴിപ്പ് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകളുടെ കല്യാണം വന്ന് വിളിച്ചു. ബുധനാഴ്ചയാണ് കല്യാണം. അമ്മ നേരത്തെ തന്നെ എന്നോട് പോകണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ക്ലാസ് ഉണ്ടമ്മേ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. അന്ന് നീ പോകണ്ട, നമുക്ക് പോയിട്ട് വരാം. എന്റെ മുത്തല്ലേടാ നീ. എന്തു പറഞ്ഞ് ലീവ് എടുക്കും ഞാൻ? അതൊക്കെ ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ച് പറഞ്ഞോളാം. നീ വന്നാൽ മതി. എന്റെ പുന്നാര വിളിച്ചാൽ പിന്നെ വരാതിരിക്കുന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞു. എവിടെ വെച്ചാ അമ്മേ കല്യാണം? ആ ദൂരെങ്ങാണ്ട് വെച്ചാ. നമുക്ക് അവരുടെ വീട്ടിൽ ചെന്നാൽ മതി. അവിടുന്ന് വണ്ടിയുണ്ടല്ലോ. എന്തായാലും രാവിലെ പോകണം. രാവിലെ തന്നെ പോകാം. അങ്ങനെ ആ ദിവസം വന്നെത്തി. നാളെ പോകേണ്ടതാ. ഡ്രസ്സ് തേക്കാനുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ഞാൻ തേക്കാൻ പോവുക. അവള് ചോദിച്ചാൽ നിന്റെ കൂടെ ITയിലോട്ട് പോകുക, ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവൾക്കും വരണമെന്ന് പറയും. പിന്നെ ബഹളമാകും. അത് ശരിയാണ്, ഞാൻ പറഞ്ഞു. അമ്മ രാവിലെ തന്നെ എന്നെ വിളിച്ചുണർത്തി. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഡ്രസ്സ് മാറാൻ പോയി. ഞാനൊന്ന് മാറിക്കോട്ടെ, എന്നിട്ട് നിനക്ക് മാറാം. എന്നാൽ വേഗമാകട്ടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എന്നെ വിളിച്ചു. ബാ. ഞാൻ മുറിയിലേക്ക് കയറി. അമ്മ ഒരു വെള്ള പാവാടയും ബ്ലൗസും ഇട്ട് നിൽക്കുന്നു. നീ മാറിക്കോ, എനിക്കിനി സാരിയും കൂടി ഉടുത്താൽ മതി. ഞാൻ നോക്കുമ്പോൾ അമ്മയുടെ എന്തൊക്കെയോ തുളുമ്പി നിൽക്കുന്നു. ഫ്രണ്ടും ബാക്കും ഒക്കെ കണ്ട് ഞാൻ അങ്ങനെ തന്നെ നിന്നുപോയി. എന്താടാ നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? നീ തുണി മാറുന്നില്ലേ? ആ, എനിക്ക് ഷഡ്ഡി ഇടണം. അതിനെന്താ, നീ ഇട്ടോ അവിടെ നിന്ന്. ഓ, നാണം വന്നോ നിനക്ക്? ഇട്ടോണ്ട് വാടാ ഇർക്ക. അവിടെ നിന്നങ്ങ് ഇട്. ഞാൻ അവിടെ നിന്നങ്ങ് ഇട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ സാരിയുടെ ഞുറു വന്നിട്ട് വന്നേ. ഞാൻ അതെല്ലാം ശരിയാക്കി കൊടുത്തു. വൈശാലിക്ക് ഒരുപാട് താഴെ വെച്ചാണ് അമ്മ സാരി ഉടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ടടാ ഈ സാരി, കൊള്ളാമോ? പിന്നെ അടിപൊളി. അല്ലേലും എന്റെ മുത്തു സുന്ദരിക്കുട്ടിയല്ലേ. കല്യാണ പെണ്ണ് ചിലപ്പോൾ മാറിപ്പോകും. ഓ, അങ്ങനെ അങ്ങ് നീ എന്നെ കളിയാക്കണ്ട. എനിക്കിത്തിരി സൗന്ദര്യമൊക്കെ ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇത്തിരിയല്ല, നല്ല സൗന്ദര്യമുണ്ട് എന്റെ ശാലിനി കുട്ടിക്ക്. ഈ പറയുന്ന ആള് മോശമൊന്നും അല്ല. ഇപ്പോൾ ഏത് പെണ്ണ് കണ്ടാലും ഒന്ന് നോക്കും. പിന്നെ അല്ലെങ്കിലും പെൺപിള്ളേർ എന്നെ നോക്കും. അത് ശരി, അങ്ങനെ നോക്കാൻ വല്ലവളുമാരും ഉണ്ടോടാ നിനക്ക്? അമ്മ ചോദിച്ചു. അയ്യോ, ഇതുവരെ അങ്ങനെയൊന്നും ആരും ഇല്ലേ, എന്റെ ശാലിനി കുട്ടി അല്ലാതെ. എന്നാൽ കൊള്ളാം. എന്നാ പോകാം നമുക്ക്. ബാ പോകാം. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. കൂട്ടുകാരിയെയും പുതിയ പെണ്ണിനെയും പരിചയപ്പെടുത്തി. എന്നിട്ട് കൂട്ടുകാരി വന്ന് ഞങ്ങളെ ഒരു കാറിൽ കയറ്റിയിരുത്തി. ഇതിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ഒരാൾ വന്ന് 2 പ്രായമായ സ്ത്രീകളെ കാറിൽ കയറ്റിയിരുത്തി. മുന്നിലെ സീറ്റിൽ 2 കുട്ടികളും. ഞങ്ങൾ ഞെങ്ങി ഞെരുങ്ങിയാണ് ഇരിപ്പ്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു. എന്തായാലും കുറച്ചു നേരം സഹിക്കാം. എന്റെ മുഖഭാവം കണ്ടിട്ടായിരിക്കണം. അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, എന്റെ മടിയിൽ കയറിയിരുന്നു. ഓ വേണ്ട, അമ്മയുടെ കാല് വേദനയ്ക്കില്ലേ? ഞാൻ ചോദിച്ചു. ഓ, അല്പനേരത്തൊക്കെയല്ലേ ഉള്ളൂ. എന്നെ അമ്മ പിടിച്ച് മടിയിലിരുത്തി. ഞാൻ മുന്നിലേക്ക് ആഞ്ഞിരുന്നു. അങ്ങനെ ഇരുന്നാൽ നിന്റെ നടുവ് വേദനിക്കും. എന്റെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു. അധികം ചാരല്ലേ, അമ്മ പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് 2 കൈയും കൊണ്ട് എന്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് ദേഹത്തേക്ക് വലിച്ചടിപ്പിച്ചു. ഞാൻ പതിയെ ചാരിയുള്ളൂ. കുറച്ചും കൂടി ചാരിയിരുന്നു. ഞാൻ നല്ലപോലെ ചാരിയിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, നല്ല സ്പോഞ്ച് പോലെ
ഞാൻ അങ്ങനെ അത് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അമ്മയാണെങ്കിൽ കാല് വേദനിച്ചിട്ട് കാലിട്ടിടയ്ക്ക് ഇളക്കുന്നുണ്ട്. എന്താ കാല് വേദനിക്കുന്നോ? എന്നാലും എഴുന്നേൽക്കാൻ പറയരുത്. നിന്നെ എഴുന്നേൽപ്പിക്കാൻ തോന്നുന്നില്ല. എന്നാലൊരു കാര്യം ചെയ്യ്, ഇനി എന്റെ മടിയിലിരുന്നു. വേണ്ട, നിന്റെ കാല് വേദനിക്കും. അത് സാരമില്ല. ഞാൻ അടുത്തിരിക്കുന്നവരെ നോക്കി. ഒരാൾ നല്ല ഉറക്കമാണ്, ഒരാൾ പുറത്തെ കാഴ്ചയും കണ്ടിരിക്കുകയാണ്. ഞാൻ ഇരുന്നിട്ട് എന്റെ മടിയിൽ പിടിച്ചിരുത്തി. അപ്പോൾ മടിയിലിരിക്കാതെ എന്റെ കാലിൽ കയറിയിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ നീങ്ങി എന്റെ മടിയിലോട്ടിരുന്നു. അങ്ങനെ ഇരുന്നാൽ നിന്റെ കാല് വേദനിക്കും. എന്നാൽ പിന്നെ ഇങ്ങനെ ഇരിക്കാമല്ലോ എന്ന് കരുതി. ആ, ഇതാ നല്ലത്, ഞാൻ പറഞ്ഞു. മുടിയെടുത്ത് മുന്നിലേക്ക് ഇട്ടിട്ട് എന്റെ ദേഹത്തേക്ക് ചാരിക്കിടന്നു. നിനക്ക് വല്ലയിടത്തും വേദനിക്കുന്നുണ്ടൽ പറയണേ. ഓ ഇല്ല, ഇതുവരെ ഇല്ല. വണ്ടിയാണെങ്കിൽ റോഡിലെ കുണ്ടിലും കുഴിയിലുമൊക്കെ വീഴുന്നുണ്ട്. എന്തൊരു റോഡ്! നിനക്ക് വല്ലയിടത്തും വേദനിക്കുന്നുണ്ടോടാ? അമ്മ വീണ്ടും ചോദിച്ചു. ഇല്ല, നല്ല സുഖമുണ്ട്, ഞാൻ പറഞ്ഞു. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു. ഞാൻ വിരലുകൾ പതിയെ എവിടെയൊക്കെ മുട്ടിച്ചു. ഒരു വിറയൽ അനുഭവപ്പെട്ടു എന്ന് തോന്നുന്നു. അതോടെ എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു. ഞാൻ കൈകൾ സ്വതന്ത്രമാക്കി. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൺട്രോളുകൾ പോയിരിക്കുകയായിരുന്നു. ഒരു രക്ഷയുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ കല്യാണ വീടെത്തി. ഞങ്ങൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് എന്റെ എവിടെയൊക്കെയോ പൊന്തി നിൽക്കുന്നു. എനിക്ക് ആകെ ചമ്മലായി. അത് മനസ്സിലാക്കിയ ശാലിനി അവന് മറയായി നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എല്ലാം സമാധാനമായി. അപ്പോൾ ശാലിനിയുടെ കൂട്ടുകാരി വന്നു. വാ, ഇവിടെ നിൽക്കാതെ അകത്തോട്ട് വാ. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. നിങ്ങളുടെ വണ്ടിയിൽ വേറെ ആൾക്കാർ കയറി, ഞാൻ കണ്ടു. ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും വണ്ടി പോയി കഴിഞ്ഞിരുന്നു. ഞാനത് നിങ്ങൾക്ക് മാത്രമായി വിളിച്ച വണ്ടിയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്റെ ആങ്ങളയായിരുന്നു, അവനറിയില്ലല്ലോ. തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരെ മാറ്റിത്തരാം കേട്ടോ. അമ്മ എന്നെ ഒന്ന് നോക്കിയിട്ട് ഏയ്, അത് കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ അകത്തേക്ക് ചെല്ല്. ഞങ്ങൾ അകത്തേക്ക് കയറി കസേരയിലിരുന്നു. നമ്മളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അവരാ വണ്ടിയിൽ തന്നെ ഇരുന്നോട്ടെ, ഇല്ലേ? ഇരുന്നോട്ടെ, ഞാൻ പറഞ്ഞു. വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങൾ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി. അവിടുത്തെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡാ, നമുക്ക് അതിലൂടെ ഒന്ന് നടക്കാമടാ. കാണാൻ നല്ല ഭംഗിയുണ്ട്, സമയവുമുണ്ട്. അതിനെന്താ, നടക്കാമല്ലോ. വാ, അങ്ങോട്ട് പോകാം. അവിടെ ആരുമില്ല, ശല്യമില്ലാതെ നടക്കാം. എന്റെ കൈ കോർത്ത് പിടിച്ച് ഞങ്ങൾ അതിലൂടെ നടന്നു. നമുക്ക് കുറച്ച് സെൽഫി എടുക്കാം. വാ, എടുക്കാം. എന്നാൽ അങ്ങോട്ട് കുറച്ചുകൂടി നീങ്ങി നിൽക്കാം. ഞങ്ങൾ 1-2 ഫോട്ടോ എടുത്തു. തിരിച്ച് ഞങ്ങൾ അവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് വണ്ടിയിൽ പോയി ഇരിക്കാം. ആ സീറ്റിൽ ഇപ്പോൾ മറ്റേ 2 പേര് വന്നിരിപ്പുണ്ടാകും. വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ 2 പേര് മതി. വന്നാലും വന്നില്ലെങ്കിലും ഞാൻ മടിയിൽ പിടിച്ചിരുത്താം. ഇത് കേട്ട് ശാലിനി ചിരിച്ചു. വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ കണ്ടു അവർ വണ്ടിക്കുള്ളിൽ ഇരിപ്പുണ്ട്. എന്താ, ഇപ്പോ സമാധാനമായില്ലേ? ഞാൻ ചോദിച്ചു. 2 പേരും ചിരിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. പിന്നെ അങ്ങോട്ട് വണ്ടിയിൽ നടന്നതൊക്കെ ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ വണ്ടി അവരുടെ വീട്ടിലെത്തി. വണ്ടി അവിടെ എത്തിയിട്ടും 2 പേർക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. ഇന്ന് രാത്രിയാകട്ടെ, നമുക്ക് നമ്മുടെ റൂമിൽ കാണാം. ഇതും പറഞ്ഞ് 2 പേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു.